ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയെ എതിർത്ത് ഇഡി സംഘടിതവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഉണ്ടായത്. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കമായിരുന്നു ആക്രമണത്തിന് പിന്നിലെന്നും ഇഡി ഹൈക്കോടതിയിൽ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇഡി സംശയം പ്രകടിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇഡി വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷെ, അങ്ങനെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയെ എതിർത്തിരിക്കുകയാണ്. എന്തൊക്കെ വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇഡി ഇപ്പോൾ ഈ ഹർജി എതിർത്തിരിക്കുന്നത്? എന്താണ് കോടതി നിരീക്ഷണം? അശ്വതി, ശക്തമായ വാദങ്ങൾ തന്നെയാണ് കോടതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. 7 പ്രതികൾക്കും ജാമ്യം നൽകരുത്. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന പ്രതികൾക്ക് ജാമ്യം നൽകരുത്. അത് ഒരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. മാത്രമല്ല, ഈ ഇത്തരത്തിൽ സ്വാഭാവിക ക്രമസമാധാന സംഭവമോ പ്രതിഷേധത്തിന്റെ ഭാഗമായോ ഉണ്ടായതല്ല ഈ ഒരു പ്രതിഷേധം. മറിച്ച് ആസൂത്രിതമായി തന്നെ നടത്തിയ പ്രതിഷേധമാണ്. ഇത് ആളുകളെ വിളിച്ചു വരുത്തി സന്ദേശങ്ങൾ പരസ്പരം കൈമാറി എല്ലാം തന്നെ നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായത്. അത് ഒറ്റപ്പെട്ട സംഭവമോ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതോ അല്ല എന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന് ശക്തമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. സംഘടിതവും ആസൂത്രിതവുമായ ആക്രമണമാണ് ഉണ്ടായത് എന്ന കാര്യമാണ് ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്. നിയമവിരുദ്ധമായി സംഘടിച്ചതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തണം എന്ന ലക്ഷ്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിന് എത്തിയപ്പോൾ മുതൽ നടക്കുന്ന പ്രതിഷേധമാണ്. അതിനുശേഷം അവർ തിരിച്ചു പോകുന്ന വഴിക്കടക്കം ഈ ഒരു തരത്തിൽ ആക്രമണം നടത്തിയത് അവരുടെ ജോലി തടസ്സപ്പെടുത്തുക, തുടർ നടപടികൾ തടസ്സപ്പെടുത്തുക എന്ന ആസൂത്രിത ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികൾക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ പ്രതികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണം നിലവിൽ നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. തങ്ങളെ കസ്റ്റഡിയിൽ വയ്ക്കേണ്ട കാര്യം ഇനിയും ഇല്ല. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണം എന്നതായിരുന്നു ഇക്കാര്യത്തിൽ പ്രതികൾ ഉയർത്തിയിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറങ്ങാമെന്ന വലിയൊരു പ്രതീക്ഷയിലായിരുന്നു പ്രതികൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണത്തിൽ കടുത്ത വകുപ്പുകൾ തന്നെ ചുമത്തപ്പെടുകയും ഇപ്പോഴും പ്രതികൾ റിമാൻഡിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം വന്നതോടുകൂടിയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യം നേടാനുള്ള മറ്റൊരു ശ്രമത്തിലേക്ക് കടക്കുകയും അവിടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ വാദങ്ങൾ ഉയർത്തി അതിനെ തടയുകയും ചെയ്തത്. വിവരങ്ങൾ വ്യക്തമാണ്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യ ഹർജിയെ കർശനമായി എതിർത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.